Hello everyone, welcome to a new video. Today we'll be looking at the essay or mostly the Nobel Prize acceptance speech, The Solitude of Latin America by Gabriel Garcia Marquez. So, Gabriel Garcia Marquez is an award-winning novelist, most famous for 100 Years of Solitude and Love and Death in the Time of Cholera. These are his works, and he was given the Nobel Prize for Literature in the year 1982. And in his acceptance speech, he chose to respond to issue relevant to the time period, namely the global conflict known as the Cold War. In it, he portrays Latin America's unique position as both a place that is insulated from the global stage and a product of interference from other powers. He also describes how Latin America's history is uniquely situated to inspire his stories, particularly magical realism, that is featured in many of his novels. Marquez is largely credited with making magical realism a literary genre. The title of his acceptance speech is a nod to his well known novel 100 Years of Solitude, which was published in 1967 around the start of the Cold War. So, this is the actual speech, and in it, he makes two main points. That is, he thinks about Latin America in the context of world affairs. So, in the first part, he says that the fantastical nature of report cultivated by early explorers of continent created a perception that Latin America was a land of wealth and magic that was to be conquered and exploited by any means. സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫ്ലോറന്റൈൻ നാവിഗേറ്റർ ആയിട്ടുള്ള ആൻറ്റോണിയോ പിഗഫറ്റെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് കൂടുതലും ഒരു മിത്തിക്കലായിട്ടുള്ളൊരു ലാൻഡായിട്ട് പലപ്പോഴും ആൾക്കാർ കാണുന്നതെന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഈ ഒരു സ്പീച്ചിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ഫ്ലോറന്റൈൻ നാവിഗേറ്റർ അദ്ദേഹം മജല്ലൻ ആണ് ലോകത്തെ ആദ്യമായി സർക്കിൾ നാവിഗേറ്റ് ചെയ്ത വ്യക്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു സീ ജേണിയിൽ സദേൺ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ വരുന്നു. അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം പറയുന്നതെല്ലാം കംപ്ലീറ്റ്ലി ഫാൻറ്റാസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഹി സീസ് പിഗ്സ് വിത്ത് ദെയർ അംബലിസസ് ഓൺ ദെയർ ബാക്ക്, ബേർഡ്സ് വിത്തൗട്ട് ഫീറ്റ്, ഫീമെയിൽ ബേർഡ്സ് who brood their egg on the back of male birds, gannets without tongues, whose beak is looking like a spoon. ഇങ്ങനത്തെ ഓരോരോ മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു പ്രൂഫായിട്ട് വെച്ചുകൊണ്ട് പല ആൾക്കാരും അത് വിശ്വസിക്കും. പിന്നെയുമുണ്ട്, he talks about seeing an animal with the head and ears of a mule, body of a camel, hooves of a deer and eye of a horse. അപ്പോൾ ഒരു മൃഗത്തിൽ തന്നെ പല പല മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളുള്ള ഒരു ക്രീച്ചർ എന്നൊക്കെ പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് മിത്തിക്കൽ. ആൻഡ് ദെൻ ഹി ടോക്സ് അബൌട്ട് ഹൗ ദേ മെറ്റ് എ നേറ്റീവ് who was actually a giant, bigger in size than them, who was actually afraid of his own reflection when he saw himself in the mirror. ഇതൊക്കെ വളരെ ഫാൻറ്റാസ്റ്റിക്കലായിട്ടുള്ളൊരു നറേറ്റീവാണ്. അപ്പോൾ ഇങ്ങനത്തെ നറേറ്റീവിൽ നിന്ന് തന്നെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അത്രയും ഒരു മിത്തിക്കലായിട്ടുള്ള ക്രീച്ചേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് എന്നുള്ളൊരു ഐഡിയ പലരുടെ മനസ്സിലും കയറിക്കൂടിയത്. അതിപ്പോഴും ആ ഒരു ഐഡിയ ഇപ്പോഴും നിലനിൽക്കുന്ന എന്നാണ് അദ്ദേഹം പറയുന്നത്. വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് എൽഡൊറാഡോ. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഏകദേശം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഒരു ലെജൻഡാണ് എൽഡൊറാഡോ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോൺ ആസ് ദിസ് മിത്തിക്കൽ സിറ്റി, ഗോൾഡൻ സിറ്റി, എല്ലാ വെൽത്തും എല്ലാ മാജിക്കൊക്കെ ഉള്ളൊരു സിറ്റിയാണെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൽഡൊറാഡോ എന്നുള്ളൊരു സ്ഥലം ശരിക്കും മാപ്പിലില്ല. ദാറ്റ് ഈസ് ദ ഐറണി. കാർട്ടോഗ്രാഫറിൻ്റെ ഫാൻറ്റസി അനുസരിച്ച് എൽഡൊറാഡോയുടെ സ്ഥലം ഓരോ ദിവസവും വേൾഡ് മാപ്പിൽ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. അതുപോലെ തന്നെ ന്യൂനസ് കബേസ ദെ വാക്ക,
ഒരു എക്സ്പ്ലോററാണ്. അദ്ദേഹം ഫൗണ്ടൻ ഓഫ് ഇറ്റേണൽ യൂത്ത്, അത് സൗത്ത് ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണെന്ന് പറയപ്പെടുന്നു. അഗെയിൻ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇറ്റേണൽ യൂത്തിനെ കുറിച്ച് പറയുന്ന ഒരു മൂവിയുണ്ട് ആ ഒരു ഫ്രാഞ്ചൈസിൽ. ഐഡിയ എന്ന് പറയുന്നത് അതിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇമ്മോർട്ടാലിറ്റി കിട്ടും, യു ബി ഫെറെവർ എ യങ് പേഴ്സൺ, അങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു ഐഡിയ ആണ്. അത് സൗത്ത് ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കനിലാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പല എക്സ്പ്ലോറേഴ്സും അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ബട്ട് ദെൻ അഗൈൻ ഇറ്റ്സ് എ മിത്ത്. അപ്പോൾ അങ്ങനത്തെ വളരെ ക്രേസി ആയിട്ടുള്ള എക്സ്പെഡിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പലതും ഒരു അവസാനം എന്ന് പറയുന്നത് പലരും കാണാതായിട്ടുണ്ട്, പലരും മരിച്ചു പോയിട്ടുണ്ട്, പലരും കാനബലിസ്റ്റിക് ആയിട്ട് വരെ മാറിയിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ എക്സ്പെഡിഷനിലാകെ 600 പേർ പോയതിൽ 5 പേര് മാത്രമാണ് സർവൈവ് ചെയ്തത്. പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കഥ എന്താണ്? എറ്റേണൽ യൂത്ത് കണ്ടിട്ട് പോലുമില്ല, അത് വെറും ഒരു മിത്താണ്, അവർ എങ്ങനെയോ സർവൈവ് ചെയ്തു എന്നുള്ളൊരു കഥയാണ് അവർ പറയേണ്ടി വന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ. ഈ ഇറ്റേണൽ യൂത്തും എൽഡോറാഡോയും എല്ലാം മിത്സ് മാത്രമാണ്. പക്ഷേ അത് ആൾക്കാർ വിശ്വസിച്ച് അതിലേക്ക് എക്സ്പെഡിഷൻസ് നടത്തണമെങ്കിൽ അത്രമാത്രം ഈ ഒരു മിത്സ് ആൾക്കാരെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. And then there are several other short stories regarding the myth of Latin America, legends that are popular, like how there was 1,000 mules who carried 100 pounds weight of gold to pay the ransom of Atahualpa. He is the last Incan emperor. ആ ഒരു സ്പാനിഷ് ഇൻവേഷൻ്റെ സമയത്ത് ഇദ്ദേഹം ക്യാപ്ചർ ആവുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റാൻസം പേ ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് സെർവൻസിനെ ഇത്രയും സ്വർണം വെച്ചുകൊണ്ട് അവർ ജേണി നടത്തിയെന്ന് പറയുന്നു. പക്ഷെ അവരവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ there is the story of Cartagena de Inca chickens, which is a particular species of chickens who are raised on alluvial soil, the fertile soil, whose gizzards were found gold nuggets. Chickens in whose gizzards we can find gold. ഈ ഒരു സ്വർണത്തിൻ്റെ നിധിയാണ് ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ കോണ്ടിനെൻറ്റിനുള്ളൊരു ലെജൻഡും വളരെയധികം പോപ്പുലറാണ്. അതാണ് അടുത്തൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണുന്നത്. ദ ജർമ്മൻ മിഷൻ അപ്പോയിൻറ്റഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ റെയിൽവേ ലൈൻ ബിറ്റ്വീൻ ദി ഓഷ്യൻസ് അക്രോസ് പനാമ Isthmus, concluded that the project was viable only on one condition, that the rail should be not of iron but of gold. സ്വർണം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് പുറമെയാണ് ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടപ്പോൾ പോലും അത് അയൺ കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് പാടില്ല, സ്വർണം കൊണ്ടേ പാടുള്ളൂ. കാരണം സ്വർണം അത്രമാത്രം അവിടെ പോപ്പുലറാണ്, അത്രമാത്രം അവൈലബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറമെയാണ് ഇവർ ഈ റെയിൽവേ ലൈൻ പോലും സ്വർണം കൊണ്ടുണ്ടാക്കാവുന്നൊരു പ്ലാൻ ഇട്ടത്. സോ വി മൈറ്റ് സേ ഇറ്റ് ഈസ് ക്രേസി, ബട്ട് ദാറ്റ്സ് ഹൗ മച്ച് പീപ്പിൾ വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് മിത്സ്. അവിടെ തീരുന്നില്ല. സ്പാനിഷ് ഇൻവേഷന് ശേഷം അതിൽ നിന്നൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ പോലും ഈ ഒരു മിത്സിനൊരു അന്ത്യവുമില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മളിവിടെ കാണുന്നത്. ജനറൽ ആൻ്റോണിയോ ലോപ്പസ് ദെ സാന്റാന, മെക്സിക്കോയിലെ 3 പ്രാവശ്യം അവിടെ ഭരിച്ച ഡിക്റ്റേറ്ററായിരുന്നു. അദ്ദേഹത്തിനൊരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലത്തെ കാൽ നഷ്ടമായപ്പോൾ അതിനു വേണ്ടി മാത്രമുള്ളൊരു ഫ്യൂണറൽ അറേഞ്ച് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ 16 വർഷം ഇക്വഡോർ ഭരിച്ച ജനറൽ ഗാർസിയ മൊറേനോ, അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തെ ഫുള്ളി യൂണിഫോമോടെ ഡ്രസ്സ് ചെയ്ത് എല്ലാ മെഡൽസും ഇട്ടുകൊണ്ട് പ്രസിഡൻഷ്യൽ ത്രോണിൽ ഇരുത്തി, ആ ഒരു ബോഡിയെ ത്രോണിൽ ഇരുത്തി എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ എൽ സാൽവഡോറിലെ ജനറൽ മാക്സിമിലിയൻ ഹെർണാണ്ടസ് മാർട്ടിനസ്, അദ്ദേഹം ഒരു പെൻഡുലം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഫുഡ് പോയ്സൺഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു പെൻഡുലം ഉണ്ടാക്കിയെന്ന് പറയുന്നു. സ്കാർലറ്റ് ഫീവറിൻ്റെ സമയത്ത് സ്ട്രീറ്റ് ലാമ്പ് എല്ലാം ചുമന്ന
പേപ്പർ കൊണ്ട് മൂടുന്നു, ആ ഒരു എപ്പിഡമിക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനത്തെ പല വളരെ ഇമാജിൻ ചെയ്യാൻ പോലും ഡിഫിക്കൽട്ടായിട്ടുള്ള, വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. So basically, Marquez notes that while their writings were mundane observation, the impression were accepted as a truth that has proven itself to be everlasting. ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോഴേക്കും കൂടുതൽ ആൾക്കാരും ഇതായി ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. അവർ ശരിക്കും വിശ്വസിക്കുന്നു ഇങ്ങനത്തെ കഥകൾ ശരിയാണെന്നും, ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും, ഇങ്ങനത്തെ പല മിത്തിക്കലായിട്ടുള്ള ക്രീച്ചേഴ്സും മിത്തിക്കലായിട്ടുള്ള ലാൻഡ്സും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷെ അതേസമയം ഇതൊരു ഒരു വണ്ടറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നെങ്കിലും അതേസമയം ക്രൂവൽറ്റിയുടെ കാര്യങ്ങളും ലാറ്റിൻ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇതിന് ശേഷം നമ്മൾ കാണുന്നത്. വി സീ എ പാലസ് that has gone up in flames, in which a Promethean president was burned alive, 2 air disasters, 5 wars, 17 military coups, the rise of a devilish dictator who accomplished the first genocide in Latin America. So, Latin America is not only a land of wonder, but also a land of unimaginable cruelty. ഒത്തിരി യുദ്ധങ്ങൾ, ഒത്തിരി മിലിറ്ററി ഇൻവേഷൻസ്, ഒത്തിരി അധികം മരണം, വംശനാശം വരെ, ആ ഒരു ജനസൈഡ് വരെ അവിടെ നടക്കുന്നു. പിന്നീട് പറയുന്നത് കുറച്ച് സ്ഥലങ്ങളും പറയുന്നുണ്ട്. നിക്രാഗ്വ, I think Nicaragua is from where of Miss Universe is currently from. So that's one place. El Salvador, Guatemala, ഈ സ്ഥലങ്ങളിലെല്ലാം വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 4 വർഷത്തിനുള്ളിൽ 2 മില്യൺ മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ആൾക്കാർ കണക്കിലെടുക്കുന്നില്ല. അവർക്കെല്ലാം ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ മിത്തിക്കലായിട്ടുള്ള ലെജൻസ്, അത് മാത്രമാണ് ആൾക്കാർ ഓർമ്മിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനത്തെ പല വയലൻ്റ് ആയിട്ടുള്ള അറ്റാക്സും ഡെത്ത്സും അവിടെ നടക്കുന്നുണ്ട്, മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. കാരണം അത്രമാത്രം അവിടെ പോവേർട്ടിയും ക്രൈമും ദിനം പ്രതി കൂടുകയാണ്. So he simultaneously realizes that it makes reality unbelievable since it is presented in literary form. While his work is fiction, for the Latin American writer it is also a reality. കാരണം നമ്മൾ കൂടുതലും വായിക്കുന്നത് ആദ്യം പറഞ്ഞ ലെജൻസിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് പറഞ്ഞ ക്രൂവൽറ്റിയെക്കുറിച്ച് നമ്മൾ കൂടുതലും വായിക്കുന്നില്ല. ഇനിയിപ്പോൾ വായിക്കുന്നെങ്കിൽ തന്നെ അത് ഒരു രീതിയിൽ വളരെയധികം റൊമാൻറ്റിസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മിത്തിക്കലായിട്ടോ ഫാൻറ്റാസ്റ്റിക്കലായിട്ടോ ആണ് കൂടുതലും പോർട്രേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഇതന്നെയാണ് ലാറ്റിൻ അമേരിക്കയുടെ സോളിറ്റ്യൂഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മാപ്പിലുണ്ടെങ്കിലും പക്ഷേ ആൾക്കാർ ഈ ഒരു അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. So that's the significance of the title itself. So he speaks of the solitude of Latin America, but he is also referring to the reality that countries in Latin America, while granted independence, often face intervention by foreign powers policing their political and social movements. അതായത് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും നടക്കുന്നത് ഒരു നിയോ കൊളോണിയലിസമാണ്. 2 രാഷ്ട്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവിടുത്തെ നേതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ പലതും ചർച്ച ചെയ്യുന്നെങ്കിലും അവിടെ ഒരു ഉടമ്പടിയാണ് നടക്കുന്നത്. നിങ്ങളുടെ റിസോഴ്സസ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ, റിസോഴ്സസ് നിങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിൽ ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. അതിലൂടെ തന്നെ അവരൊരു പവർ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതുതന്നെയാണ് നിയോ കൊളോണിയലിസം. അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും
സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഇപ്പോഴും അവിടുത്തെ സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് അവിടുത്തെ ഫോറിൻ പവേഴ്സ് ആയിട്ടുള്ള USSRും ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഓഥർ പറയുന്നത്. Latin America is seen as a country that delights, entertains and enthralls through its literature, for example, but it is not viewed as a major player on the global stage. അദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലിറ്ററേച്ചർ മാത്രമാണ്. ലാറ്റിൻ അമേരിക്കയിലെ ലിറ്ററേച്ചറിന് മാത്രമാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ പോളിസീസ് ആണെങ്കിലും യാതൊരുവിധ ഇമ്പോർട്ടൻസും അതിന് ലോകരാഷ്ട്രങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ലിറ്ററേച്ചറിന് വേണ്ട അധികം അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലോബൽ സ്റ്റേജിൽ അതിനെ ഒരു ലോകരാഷ്ട്രമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. So that's what he says. The Latin American literature is widely lauded, but its sovereignty is severely ignored. ഇതന്നെയാണ് വേറൊരു അർത്ഥത്തിൽ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാരണം ഒരു രാഷ്ട്രമായിട്ട് കൂടി ലോകരാഷ്ട്രത്തിൻ്റെ ആ ഒരു മാപ്പിൽ അതിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് അത് ഇപ്പോഴും അതിനൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് നേരിടുന്നു എന്ന് മാർക്വസ് പറയുന്നത്. So when Marquez refers to Latin America's solitude, he is equating the denial of sovereignty to Latin American countries as being socially and politically isolated from the main global stage, where powers interact as equal. He also clarifies that this is ironic because both Europe and North America have experienced social upheavals in their journey to self-social upheaval in their own journey, while Latin America's movements towards social change are still polarized by other powers. അതായത് യൂറോപ്പിനെ എടുത്ത് നോക്കിയാലും നോർത്ത് അമേരിക്ക എടുത്ത് നോക്കിയാലും അവരെല്ലാം വളരെയധികം സോഷ്യൽ അപ്ഹീവൽസും സോഷ്യൽ മൂവ്മെൻറ്റ്സും കണ്ട് അതിൽ നിന്ന് വളർന്ന രാഷ്ട്രങ്ങളാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്ക എടുത്ത് നോക്കുമ്പോൾ അവിടെയും മൂവ്മെൻറ്റ്സ് ഉണ്ട്, അവിടെയും സോഷ്യൽ അപ്ഹീവൽസ് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. എല്ലാവർക്കും താല്പര്യം അവിടുത്തെ ലിറ്ററേച്ചറും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മിത്തിക്കൽ ലെജൻസിലും മാത്രമാണ്. ഇതാണ് ലാറ്റിൻ അമേരിക്കയുടെ ശരിക്കുമുള്ള സോളിറ്റ്യൂഡ്. അതാണ് ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്. സോ ഇവിടുത്തെ സെൻട്രൽ തീം എന്ന് പറയുന്നതും ഈ ലാറ്റിൻ അമേരിക്കയുടെ സോളിറ്റ്യൂഡ് എന്നത് ദി യുണീക്ക് ഐസൊലേഷൻ ഓഫ് ലാറ്റിൻ അമേരിക്ക വിത്തിൻ എ ഗ്ലോബലൈസിങ് വേൾഡ്. കാര്യങ്ങൾ മാറുന്നുണ്ട്. സിവിൽ വാർ അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിയോ കൊളോണിയലിസത്തിൻ്റെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല ഫോമർ കോളനീസും ഇപ്പോൾ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ആ ഒരു സൗത്ത് അമേരിക്കൻ ആ ഒരു കോണ്ടിനെൻറ്റിൽ ഇപ്പോഴും ഒരു ഐസൊലേഷൻ നേരിടുന്നുണ്ട്, ഒരു സോളിറ്റ്യൂഡ് നേരിടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ദി സ്പീച്ച് ഇസ് അബൌട്ട്. ആൻഡ് I hope this was clear, and if it was, please do like the video and share your opinions as well. So I'll see you in the next video. Thank you.